നമ്മൾ ഫോർമുല 1ൻ്റെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. ഫോർമുല 1ൻ്റെ ഒരു പ്ലേലിസ്റ്റ് തന്നെ ഉണ്ട്. അതല്ലാതെ നമുക്ക് മോട്ടോർ സ്പോർട്സിൽ വേറെയും റേസിംഗ് ഇവൻറ്റ്സ് ഉണ്ട്. F1 ഉണ്ട്, F2, F3, അതേപോലെ സൂപ്പർ ഫോർമുല, ഇൻഡിക്കാർ, അങ്ങനെ കുറേ മോട്ടോർ സ്പോർട്സ് ഉണ്ട്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ എന്ന് പറയുന്നത് F1, F2, F3, ഫോർമുല 1, ഫോർമുല 2, ഫോർമുല 3 ഈ മൂന്ന് റേസിംഗ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയുന്നത്. പിനാക്കിൾ ഓഫ് മോട്ടോർ സ്പോർട്സ് ആണ് F1 ടെക്നോളജി നോക്കുകയാണെങ്കിൽ മോസ്റ്റ് കോംപ്ലക്സ് ആയിട്ടുള്ള ERS ഉപയോഗിക്കുന്നുണ്ട്. എനർജി റിസർവിങ് സിസ്റ്റം, അതേപോലെ ഏറ്റവും ടോപ്പായിട്ടുള്ള എയറോഡൈനാമിക്സും കാര്യങ്ങളൊക്കെ F1 ഉപയോഗിക്കുന്നുണ്ട്. ഫോർമുല 1 ടീംസ് തന്നെയാണ് അവരുടെ കാർസ് ഡിസൈൻ ചെയ്യുന്നത്. അതിൻ്റെ ചേസിങ് ആണെങ്കിലും എൻജിൻസ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ഡെവലപ്മെൻറ്റ് എല്ലാം ടീംസ് തന്നെയാണ് ചെയ്യുന്നത്. റേസ് ഫോർമാറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഓരോ ഗ്രാൻഡ് പ്രിയിലും അവർക്കൊരു പ്രാക്ടീസ് സെക്ഷൻ ഉണ്ടായിരിക്കും, ക്വാളിഫയിങ് സെക്ഷൻ ഉണ്ടായിരിക്കും, പിന്നെ റേസ് ഉണ്ടായിരിക്കും. പിന്നെ റേസിൽ ഒരു മാൻഡേറ്ററി പിറ്റ് സ്റ്റോപ്പാണ്. F1 കാർസിൽ ഉപയോഗിക്കുന്നത് 1000 ഹോഴ്സ് പവർ ഉൽപ്പാദിപ്പിക്കുന്ന 1.6 ലിറ്റർ ടെർബോ ഹൈബ്രിഡ് V6 എഞ്ചിനാണ്. പിന്നെ ഫോർമുല 1 കാറുകളുടെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 360 km/h ആണ്. അടുത്ത ഫോർമുല 2 എന്ന് പറയുന്നത് ഫോർമുല 1ലേക്കുള്ള ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ഫോർമുല 2 എല്ലാ ടീംസും ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ചാസി എൻജിൻസുമാണ് ഉപയോഗിക്കുന്നത്. ഫോർമുല 2 DRS ഉണ്ട്, ഡ്രാഗ് റിഡക്ഷൻ സിസ്റ്റം, അതേപോലെ ടയർ സ്ട്രാറ്റജീസ് ഉണ്ട്. പക്ഷേ ഹൈബ്രിഡ് ERS ഇല്ല. പിന്നെ ഒരു റേസ് വീക്ക് എന്ന് പറയുമ്പോൾ അതെ ഫോർമുല 2 2 റേസസാണ് വരുന്നത്. ഒരു സ്പ്രിൻറ്റും പിന്നെ ഒരു ഫീച്ചറും. ഈ ഫീച്ചറിൽ ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള പിറ്റ് സ്റ്റോപ്പ് ഉണ്ട്. ഫോർമുല 2 ഉപയോഗിക്കുന്നത് 620 ഹോഴ്സ് പവർ ഉൽപ്പാദിപ്പിക്കുന്ന 3.4 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് V6 എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. ഫോർമുല 2 കാറുകളുടെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 325 km/h. ഫോർമുല 2 കാറുകളിലെ ചാസി മാനുഫാക്ചർ ചെയ്യുന്നത് ഡെല്ലാറ എന്ന് പറയുന്നൊരു കമ്പനിയാണ്. അതേപോലെ എൻജിൻസ് വരുന്നത് മെക്കാക്രോമിൻ്റെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റേസിൽ ഡ്രൈവേഴ്സിൻ്റെയും ഒരു കംപ്ലീറ്റ് ടീമിൻ്റെ സ്ട്രാറ്റജിയിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അവർ ഏത് ടീം വിൻ ചെയ്യുമെന്നുള്ളത്. അല്ലാതെ കാർ ഡെവലപ്മെൻറ്റ് ബഡ്ജറ്റിലല്ല ഒരു ടീം വിൻ ചെയ്യുന്നതിരിക്കുന്നത്. അടുത്ത ഫോർമുല 3 F3 എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ റേസിങ്ങിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ്. 380 ഹോഴ്സ് പവർ ഉൽപ്പാദിപ്പിക്കുന്ന 3.4 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് V6 എഞ്ചിനാണ് F3 ഉപയോഗിക്കുന്നത്. F1ഉം F2ഉം വെച്ച് നോക്കുകയാണെങ്കിൽ F3 കാറുകൾ അത്ര കോംപ്ലക്സ് അല്ല. ഇതിൽ ഡ്രൈവർ ഡെവലപ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അത് പക്ഷേ DRS ഉണ്ട്, പക്ഷേ മെയിൻലി ഡ്രൈവർ ഡെവലപ്മെൻ്റ് ആണ് ഇവരുടെ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടീംസ്. F3 കാറിൻ്റെ ഒരു മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 300 km/h ആണ്. പിന്നെ ഒരു റേസ് വീക്കെൻഡ് എന്ന് പറയുമ്പോൾ 2 റേസ് ഉണ്ട്, ഒരു സ്പ്രിൻറ്റും പിന്നെ ഒരു ഫീച്ചറും. ഈ ഫീച്ചർ ഒരു പിറ്റ് സ്റ്റോപ്പ് മാൻഡേറ്ററി അല്ല. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ F3 എന്ന് പറയുന്നത് ഒരു ബേസിക്സ് ആണ്. F2ൻ്റെ കേസിലാണെങ്കിൽ അവൻ F3 ഒരു ഡ്രൈവർ പഠിച്ച കാര്യങ്ങൾ മിനുക്കി എടുക്കുന്നത് F2ലാണ്. അതായത് ആ കാറ് റേസിനിടയിലുണ്ടാകുന്ന പ്രഷർ അതൊക്കെ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നൊക്കെ നോക്കുന്നത് F2ലാണ്. പിന്നെ അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് F1 F1ലാണ് പിനാക്കിൾ ഓഫ് മോട്ടോർ സ്പോർട്സ്. ആ ഒരു പ്രൈമിലെത്തുന്നത് F1ലാണ്. ഫോർമുല 1ൻ്റെ പോയിൻ്റ് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ഒരു ഫോർമുല 1 റേസ് വീക്കെൻഡിൽ ഒരു ഗ്രാൻഡ് പ്രി ഉണ്ട്, പിന്നെ ചില സെലക്റ്റഡ് സർക്യൂട്ട്സിൽ സ്പ്രിൻറ്റ് റേസിംഗ് ഉണ്ട്. അപ്പോൾ ഇതിന് 2 സെപ്പറേറ്റ് പോയിൻ്റ് ടേബിൾസ് ഉണ്ട്. ഇപ്പം ഒരു ഗ്രാൻഡ് പ്രി മാത്രമുള്ള ഒരു വീക്കെൻഡ് ആണെങ്കിൽ അവിടെ ആദ്യത്തെ 10 സ്ഥാനത്തുള്ള ഡ്രൈവേഴ്സിനാണ് പോയിൻ്റ് ഉള്ളത്. അതായത് ആദ്യം ഫസ്റ്റ് ഉള്ളവർക്ക് 25, പിന്നെ സെക്കൻഡ് 18, അങ്ങനെ തുടങ്ങി 10ാമത് വരുന്നവർക്ക് 1 പോയിൻ്റ്. പിന്നെ സ്പ്രിൻറ്റ് റേസിൻ്റെ കേസിൽ ഫസ്റ്റ് ഉള്ള ഡ്രൈവർക്ക് 8 പോയിൻ്റ്, പിന്നെ സെക്കൻഡ് ഉള്ളവർക്ക് 7, അങ്ങനെ പറഞ്ഞ് പിന്നെ ആദ്യത്തെ അവസാനം 8ാമതുള്ള ആൾക്ക് 1 പോയിൻ്റ്. ഫോർമുല 2ലും റേസിൻ്റെ പ്രൈസ് പോയിൻ്റ് ഡിസ്ട്രിബ്യൂഷനും സെയിം തന്നെയാണ്, ഫോർമുല 1 പോലെയാണ്. അതായത് ഫീച്ചർ റേസിൽ ഫസ്റ്റ് ഉള്ള ആൾക്ക് 25, അങ്ങനെ ആദ്യത്തെ പിന്നെ അവസാനം 10ാമതുള്ളവർക്ക് 1 പോയിൻ്റ്. പക്ഷേ ഫോർമുല 2ൻ്റെ കേസിൽ സ്പ്രിൻറ്റ് റേസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 1ാമതുള്ള ആൾക്ക് 10 പോയിൻ്റ് ഉണ്ട്, അങ്ങനെ 8ാമതുള്ള ആൾ വരെ ഉണ്ട്, 8ാമതുള്ള ആൾക്ക് 1 പോയിൻ്റ്. F3ൻ്റെ പോയിൻ്റ് ഡിസ്ട്രിബ്യൂഷന് F1ഉം F2ഉം പോലെ തന്നെയാണ്, സെയിമാണ്. അതായത് ഫീച്ചർ റേസിൽ. പക്ഷേ സ്പ്രിൻറ്റ് റേസിങ്ങിലും F2ൻ്റെ പോലെയാണ്. അതായത് ഫസ്റ്റ് വരുന്ന ആൾക്ക് 10 പോയിൻ്റ്, അങ്ങനെ 8ാമത് വരുന്ന ആൾക്ക് 1 പോയിൻ്റ്. 2025 സീസണിന് മുമ്പ് വരെ ഫാസ്റ്റസ്റ്റ് ലാപ്പ് പോയിൻ്റ് ഉണ്ടായിരുന്നു. അതായത് ഏതെങ്കിലും ഒരു ഡ്രൈവർ ഒരു പർട്ടിക്കുലർ ലാപ്പ് ഏറ്റവും
വേഗത്തിൽ ഫിനിഷ് ചെയ്യുവാണെങ്കിൽ ആ ഡ്രൈവറിന് ഒരു പോയിൻറ്റ്സ് എക്സ്ട്രാ വരുമായിരുന്നു. അത് ഈ വർഷം തൊട്ടില്ല. സോ കൂടുതൽ മോട്ടോർ സ്പോർട്സ് റിലേറ്റഡ് വീഡിയോസിന് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. പിന്നെ നിങ്ങൾക്ക് ക്വാണ്ടം മെക്കാനിക്സ് അല്ലെങ്കിൽ അതേപോലെ തന്നെ റിലേറ്റഡ് സയൻസ് വീഡിയോസൊക്കെ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് ഐ ബട്ടണിൽ കൊടുത്തത് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.